അപ്പോൾ ഒന്ന് നീനുവിനെ ആസ്പത്രി കൊണ്ടുപോകലാണ്. എന്താ വെച്ചാൽ അവളെ കാഴ്ചക്ക് ചെറിയ കുറവില്ല. ഓൾ TV കാണുമ്പോഴും ഫോൺ കാണുമ്പോഴും ഒക്കെ ഒന്ന് അടുത്തേക്ക് പോയി കാണും. അപ്പോൾ ഇപ്പം പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. കണ്ണാട് മുഴുവൻ കാണില്ലേ? കണ്ണ് ഡോക്ടർ ഉണ്ട് ഇവിടെ ചട്ടിപ്പറമ്പിൽ ഓറിസിന്റെ കണ്ണട കടയില്ല. ഞാൻ ഡോക്ടർ കേട്ടോ, ഡോക്ടർ ധന്യ ഡോക്ടർ. അപ്പോൾ കാഴ്ചക്കുറവുണ്ടോന്ന് സംശയം നമ്മളെ നീരൂര്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ തിരക്കില്ലല്ലോ? അതിൻ്റെ ഒക്കെയാണോ? ഇവിടെ സ്കൂളിൽ ചേർക്കാത്തതുകൊണ്ടാട്ടോ. സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം. ഇപ്പം ഞങ്ങൾക്ക് ഓരോ സംശയങ്ങൾ ഇങ്ങനെ TV നോക്കേണ്ടതും ഒക്കെ ആയപ്പോൾ ഒരു സംശയം തോന്നിയപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ സ്കൂളുകളിലൊക്കെ അപ്പോൾ ടീച്ചർമാർ പെട്ടെന്ന് നമ്മളോട് പറയും അല്ലേ? ഇതിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ. ഇപ്പോൾ TV കുറച്ച് വിട്ടാണ് നമ്മളെ പേര് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് വിട്ടാണ്. അപ്പോൾ ഇവിടെ കസാലി ഇരിക്കും. കുറച്ചും TV എടുത്ത് TV വരാം. നീ നോക്കേ നമുക്ക് വരാം. നീനെ ശരിക്കും നിക്കേ നോക്കണം കേട്ടോ. പേടില്ല കേട്ടോ. പേടിണ്ടോ? എന്ത് പേടി? നോക്കിയാ മതി. കാക്കുനെ നോക്കിക്കാ, തല ശരിക്കും നോക്കി. തല ഒന്നിച്ച് അക്ഷരം കാണുന്നുണ്ടോ? ആ TV കാണുന്നുണ്ടോ അവിടെ കണ്ണാടിയില്? നോക്കിക്കോട്ടെ. അതിൽ നോക്കിക്കോ. അതിന് നോക്കാം. TV നോക്കാം. അവിടെ കാണുന്നുണ്ട് എനിക്ക്. എത്താണ് ചെയ്തിട്ടാണല്ലോ അത്? എത്താണ് അത് നോക്കിക്കോട്ടെ. അതിൽ നോക്കി 2 കാണുന്നുണ്ടോ? ചില സമയത്താണ്, ചില സമയത്താണ് തോന്നുന്നത്. സ്കിൻ ഇത് കൊണ്ടാണെങ്കിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് നോക്കിയാൽ തന്നെ ഒരു കണ്ണ് ചിലപ്പോൾ ഉള്ളിലോട്ടാവും, ഒരു കണ്ണ് ചിലപ്പോൾ പുറത്തോട്ടാവും. ചിലത് എന്ന് പറഞ്ഞാൽ അത് ട്രോപ്പിയ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്നത്. ഫോറിയ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് ഹൈഡായി കിടക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ കണ്ട് പുറത്തോട്ട് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളിങ്ങനെ അന്തം പൊട്ടിയിരിക്കുമ്പോൾ എന്ന് പറയില്ല, ആ ടൈമിൽ വരുന്നതാണ് ഈ ഫോറിയ. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് മൂവ്മെന്റ് നോക്കിയപ്പോൾ വലത്തെ കണ്ണിന് കുറച്ച് ഇങ്ങനെ പുറത്തോട്ടായിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നത്. അല്ല സോറി, ഈ കണ്ണിന് കുറച്ച് ഇങ്ങനെ പുറത്തോട്ടായി ചെറുതായിട്ട് ചെറിയൊരു സ്കിന്നിൽ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഓക്കെ. ഇപ്പോൾ നോക്കി കേട്ടാ. ഞാൻ നോക്കി. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് സ്കിൻ്റെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചിലവരെ ഈ ഒരു ക്യാൻസസ് എന്ന് പറയും, ഈ ഒരു ഇത് സ്യൂഡോ ഫോറിയ എന്ന് പറയും. അതായത് ചിലപ്പോൾ ഈ കണ്ണ് ഇവിടെ കുറച്ച് ഈ ഒരു തൊലി കുറച്ചും കൂടി കയറി ഇരുന്നാലും നമുക്ക് അതുപോലെ തോന്നും. അപ്പോൾ അത് സ്കിൻ്റെ ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നി തുടങ്ങി. ഇതിന് മുന്നേ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഡയറക്റ്റ് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചില സമയങ്ങളിലാണ് എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോഴൊക്കെ അവര് ഞങ്ങൾക്ക് മാത്രം തോന്നാന്നിട്ടാ. ഞാൻ ഇതിപ്പോ നമ്മളെ അയൽവാസി കൂടി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. നമ്മളെ ആണ്ട് പറഞ്ഞിട്ടില്ല. കുട്ടിക്ക് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ട് വലത്തേ കണ്ണിന് ചെറുതായിട്ട് നമുക്ക് എക്സോഫോറിയ പുറത്തോട്ട് ചെറിയൊരു ഇതുണ്ട്. ജസ്റ്റ് നമ്മൾ ദൂരത്തോട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പുറത്തോട്ട് ചെറിയൊരു മൂവ്മെന്റ് കാണിക്കും. അത് നോക്കട്ടെ. കാണിയ കറുമ്പനെ ഇനിയോ ശരിക്കും നോക്ക്, അയക്ക് നോക്ക്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ചൂടൊന്നും പൊക്കാം കുട്ടീനെ.
ഒന്നാണെങ്കിൽ അതിൽ കാണുന്നതിൽ എഴുതണം കേട്ടോ. ഒന്നെടുത്താ മതി. 1 4 2 കാണുന്നതിൽ എഴുതാൻ നീനു അത് എഴുതിക്കാ. അതില് കാണണേ, അതില് കാണണേ, അതില് കാണണേ. ഏത് എഴുതോടെ നീന ഒറ്റക്ക് എഴുത്. നീനിന് എഴുതാ കറക്റ്റ് ചാർട്ട് വരുന്നുണ്ട്. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് വേറെ ഉണ്ട്, റെറ്റിനോസ്കോപ്പ്. അപ്പൊ ജസ്റ്റ് ഒരു നോക്കിന്നാ മതി, നമുക്ക് അത് നോക്കിയിട്ട് നീന ഒറ്റക്ക് എഴുത്. അത് എഴുതേ എന്നാ കയ്യോ നമുക്ക് വീട്ടിൽ പോവാ. നീനു ഇത്താത്താനെ കൊണ്ടുവരാൻ പോവാനുള്ളതാണ്. വേഗം എന്നാ എഴുതിയ നീച്ച, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരും. അതാ അതില് കാണണേ, അതില് കാണണേ. ഇത് ഇപ്പാനെ കയ്യില്ലേ ടിവിയില് അതാ അതിലതാ എഴുതണു. ആൾക്ക് സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പവർ ചെക്ക് ചെയ്യും. ആളുടെ കണ്ണിന്റെ പവർ ചെക്ക് ചെയ്ത് കണ്ണട വെച്ചിട്ട് സ്ക്വിന്റ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്വിന്റ് അല്ല. അപ്പൊ ആദ്യം നമ്മൾ കണ്ണിന്റെ കാഴ്ച നോക്കണം. ചെറിയ കുട്ടികൾക്കുള്ള കാഴ്ച നോക്കുന്ന രീതികൾ വേറെയാണ്. ഇവിടെയല്ല നമ്മുടെ ഈ ചാർട്ട് നമ്പേഴ്സ് ഒന്നുമല്ല, വേറെ ഗ്രേറ്റഡ് ലൈൻസ് കൊണ്ട് ലൈൻസ് വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ കാഴ്ച നോക്കുക. കുട്ടിന്റെ കണ്ണ് ഏതായാലും റെഡിയാക്കാൻ പോയി. നിന്റെ സൈക്കിളൊന്ന് റെഡിയാക്കി കിട്ടും, അല്ലെങ്കിൽ പുതിയൊരു സ്കൂട്ടി എടുത്താലും മതി. അതിൽ ഏതെങ്കിലും തീരുമാനിച്ചു. സ്കൂട്ടി എനിക്കോ കേട്ടില്ല. കുട്ടിക്ക് തന്നെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോന്ന് സംശയം കൊണ്ട് നമ്മള് പോയതാണ്. അതേമാതിരി ഇപ്പൊ എന്റെ സൈക്കിളിന് എന്താ സൈക്കിളിനെ പറ്റി വലിയ പ്രശ്നം, പഞ്ചറും ബ്രേക്കൊന്നും ഇല്ല. ഇനിയിപ്പോ ആരെയും മേത്ത് കയറ്റി ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിലേറെ ചെലവാവല്ലേ? കുറച്ചാണ് പൈസ. 1000 ഒതുങ്ങും, മറ്റേ 10 ഒക്കെ ആവും. എന്നാലേ എനിക്ക് മറ്റേ കൊട്ടവണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം ചട്ടിപ്പറമ്പക്ക്. അപ്പൊ അപ്പോൾ പോണ്ടായാലോ? കൊണ്ടേക്കോളെ കൊണ്ടുപോവാ, അല്ലാപ്പ തട്ടും. ഇമ്മറിയണേ ഇവനക്ക് എന്ത് വർത്താനം പറഞ്ഞ ഒരു വാറന്റി ഉണ്ട്. ഓനക്ക് തന്നെ ഒരു വാറില്ല, എന്നിട്ടാണ് അവനക്ക് വാറന്റി വെക്കാറ്. വാറന്റി പറഞ്ഞാല് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാണ്. അതെന്താ സൈക്കിളാണല്ലോ വാറന്റി, വണ്ടിയും ഇതാണല്ലോ സൈക്കിളൊക്കെ ആണല്ലോ വാറന്റിയും ഗ്യാരണ്ടിയും കൊടുക്കാം. ഓൻ തന്നെ ഒരു ഗ്യാരണ്ടിയാണ്. ഞാൻ ഗ്യാരണ്ടി തരും. അതേമാതിരി പറയണത് ഓനാരാ മമ്മൂട്ടിന്റെ ഉറപ്പ് പറയണായിരിക്കും. നിഹാദിന്റെ ഗ്യാരണ്ടി അങ്ങനെയൊക്കെ കുട്ടി 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 നോടിയിട്ട് കാണാം. അപ്പൊ സൈക്കിൾ കയറ്റാൻ പോവാ. എത്ര സാധനത്ത് ബാഗ് തീരുമ്പോ ഒച്ചുണ്ടാവും. അത് ഫുള്ള് കംപ്ലൈന്റ് ആണ്. ശരിയാക്കുകയാണെങ്കിൽ ഫുള്ള് അത് ഗീറിന്റെ ബാക്ക് തിരിച്ചാൽ പറ്റുമോ? ഗിയർ വണ്ടി ഗീർ മാറ്റിട്ടാണ്. ഗിയർ വണ്ടി കണ്ടൂല. എങ്ങനെ നിങ്ങക്ക് മനസ്സിലായില്ല? ഗീറ് ഇപ്പൊ 3-ലാണ്, ഇതില് മാറ്റിയിട്ടുണ്ടാവും വണ്ടി ഓട്ടാതെ. അതാണ് പ്രശ്നം. അല്ലെങ്കിലേ ഫുള്ള് ചളിയാണ്. ഫുള്ള് സൈക്കിളാണ്. ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു. അടുത്ത അയൽവാസി മൊത്തം കൂട്ടി 2 മാസത്തിന് സൈക്കിള് അടക്കം അടിയും കിട്ടും. അത് തീരെ പറ്റണില്ല. ഇതിനെത്ര കേട്? ഹീറോ എല്ലാം കേടുന്നല്ലേ? ടയറൊന്നുമില്ല, പഞ്ചറാ? ഇത് അയൽവാസിന്റെ സൈക്കിൾ ഉണ്ടായിട്ട് ഒപ്പം സ്കൂട്ടറിന് പോരുകയാണ് ഈ സാരിപ്പെട്ട ഒപ്പം. എടാ ഇത് ഇറക്കാനൊന്നും ആളില്ല. അല്ല നിങ്ങളെ
പേരിൽ വന്നിക്കാണ്ട് വണ്ടി സർവീസിന് കൊണ്ടുപോകും ഉണ്ടോ? അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണ്ടേ. ഫോട്ടോ എടുത്താ അസ്കരാ വാ കൊണ്ടേ. ഇപ്പൊ 350 ആയോ? കാലം മാറല്ലേ? ട്യൂബ് കൂടിയാ 350? ട്യൂബിന് എത്ര? എന്താടാ എന്താ? അല്ല ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സൈക്കിൾ അന്നത്തെ ഒരു വണ്ടിക്ക് 1000 വില നിങ്ങൾക്ക് അറിയാം. 1000. വണ്ടി ആ ഒരു വണ്ടി ചൊട്ടിയത് കാല് കാരണം തണ്ടുമ്പോ കൂടി കഴിയാ കാലെത്തി. എന്റെ പൊറാട്ട പറഞ്ഞ മാതിരിയാണ് ഇപ്പത്. ഇതൊക്കെ ഇഷ്ടാ? സീറ്റ് കവറൊന്ന് മാറ്റിക്കാളി. പിന്നോ കംപ്ലൈന്റ് ഉണ്ടോ? ഒക്കെ മാറ്റേണ്ടി വരുന്ന സൈക്കിളിന്റെ തണ്ടൊക്കെ മാറ്റേണ്ടി വരും. സൈക്കിൾ മാറ്റി ഇത് കേറാനില്ല പാൻറ് ഇട്ടിട്ട് അല്ലെങ്കിൽ ട്രൗസർ ഇട്ട് പോകാൻ. ട്രയലാണ് പറയാ പൊട്ടാ. ഇത് ക്രിക്കറ്റ് അല്ലടാ. ഒക്കോട്ടി വാ. ബില്ലടിച്ചുണ്ടായി മുഖം കിട്ടുക. നല്ല ഐറ്റം. ഇതില് മോശമാവാൻ പാടില്ല. ഗ്യാരണ്ടോ? എത്ര കൊല്ലല്ലോ? അല്ല ഒരു കൊല്ലോ 2 കൊല്ലോ? ഇതില് തെളിവ് കാലാകാലം ഉണ്ടാവും കേട്ടോ. തെളിവുണ്ടാവും കേട്ടോ അവിടെ. അല്ല ഇന്നത്തെ ഡേറ്റ് ഉണ്ടാവും. എടുത്ത ഡേറ്റ് എത്ര? 350. കുറവുണ്ടോ? കുറവ് മാനം കൂടെ എൻ്റെ അടുത്ത് ഇല്ല. പറയും അപ്പോഴേ സൈക്കിള് പണിയൊക്കെ കഴിച്ചു. ഒരു സൈക്കിള് വാങ്ങേണ്ട കായ്പായാലോ ഏതായാലും പോയാൽ കട്ടെ. നീ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടേ നേരെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക. ആ നല്ലത്. സൈക്കിളൊന്നും ഇനി ശരിയാവില്ല.